ആര്? ഹനുമാൻ. ഇപ്പൊ നോക്കൂ, ശ്രീരാമസ്വാമിയുടെ ശ്രദ്ധിക്കണം നിങ്ങള്. ശ്രീരാമസ്വാമിയെ ജസ്റ്റ് കണ്ട് രാമരാമ എന്ന് പറയല്ല. ശ്രീരാമസ്വാമി എന്ന ആ വ്യക്തിയാകുന്ന ദൈവത്തെ അല്ല നോക്കുന്നത്. ശ്രീരാമരൂപത്തെ നോക്കുമ്പോഴും ശ്രീരാമ തത്വത്തെ അറിയാൻ താല്പര്യമുള്ള ആളായിരുന്നു. കൂടെ വന്നില്ലേ നിങ്ങൾ? വെറുതെ രാമനെ കണ്ടിട്ട് തൃപ്തനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല, അല്ലേ? ശ്രീരാമൻ ജീവനോടുകൂടി ഇരിക്കുന്ന ശ്രീരാമന്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഹനുമാൻ സ്വാമിയെ നോക്കിക്കൊണ്ട് ശ്രീരാമൻ പറയാണ്, ഈ ഹനുമാന് എന്തിന് താല്പര്യമുണ്ട്? എന്തിനാണ് താല്പര്യമുള്ളത്? പരമാത്മജ്ഞാനം എന്നാണ്. എന്താണ്? അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ, നമ്മുടെ ഹിന്ദുമതത്തില് ഒരു ദേവനോ ദേവിയോ മുന്നിൽ ഇരുന്നത് അല്ലെങ്കിൽ മുന്നിൽ നിന്നാൽ പോലും നമ്മുടെ ജീവിതം പൂർണ്ണമാവില്ല. ഒരു ദേവനെയും ദേവിയെയും നിങ്ങൾ ഇനിയിപ്പോ ജീവനോടെ അവരെ കണ്ടാൽ പോലും ജീവിതം അവർക്ക് പറയൂ പൂർണ്ണമാവില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ കൃഷ്ണനെ ജീവനോടുകൂടി കണ്ടിട്ടും കൂടെ വന്നില്ലേ നിങ്ങൾ ഹനുമാന്റെ തലത്തിൽ ചെല്ലുക. ഹനുമാന്റെ മുന്നിൽ ജീവനോടുകൂടി ആയിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് തൃപ്തനായി മാറിയിരുന്നെങ്കിൽ പിന്നൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ശ്രീരാമസ്വാമി പറയാണ്, ഈ ഹനുമാൻ സ്വാമിക്ക് എന്തിന് താല്പര്യം? പരമാത്മജ്ഞാനത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കേവലം രാമനെ കണ്ടതുകൊണ്ട് ഹനുമാന്റെ ജീവിതം പൂർണ്ണമാവുന്നില്ല, ധന്യമാവുന്നില്ല, തൃപ്തമാവുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പൊ കൃഷ്ണൻ അവതരിച്ചു വിചാരിക്കുക, രാമൻ അവതരിച്ചു, ജീവിതം പൂർണ്ണമാവുമോ? അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കണം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്ന കാഴ്ചയല്ല ജീവിത പൂർണ്ണത, മനസ്സുകൊണ്ട് നേടേണ്ടതാണ് പൂർണ്ണത. നമ്മളൊക്കെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ട് തൃപ്തരാവുകയാണ്. അമ്പലത്തിൽ പോയി ഞാൻ കണ്ണുകൊണ്ട് കണ്ടു വിഗ്രഹം, തൃപ്തനായി. ആ തൃപ്തി അല്ല ജീവിതം. ഏതുകൊണ്ട് നേടണം? കണ്ണുകൊണ്ട് കാണുന്നതല്ല തൃപ്തി. എവിടെയാണ്? ആ മനസ്സുകൊണ്ട് നേടണമെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ ശുദ്ധിയും വേണം, ശക്തിയും വേണം, ഭക്തിയും വേണം, ദൈവീകതയും വേണം. മനസ്സിലായില്ലേ? അത് വേണം. അതാണ് ഹനുമാൻ സ്വാമിക്ക് ഉള്ളത്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ദേവി എന്തു പറഞ്ഞു കൊടുക്കണം? പരമാത്മജ്ഞാനത്തെ കുറിച്ച് വേറൊന്നിലും ആശയില്ല. അതുകൊണ്ട് നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം എന്നാണ്. എന്റെ കഥ പറഞ്ഞു കൊടുക്കണം എന്നല്ല രാമൻ പറഞ്ഞു കൊടുത്തത്. എന്താണ്? അപ്പൊ തത്വം എന്താ? തത്വം എന്ന് പറഞ്ഞാൽ, ആ തത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വം. ആ തത്വം അത് നിന്നിലാകുന്നു. ആ ബ്രഹ്മം നീയാകുന്നു. അതെപ്പോഴും ഓർക്കണം. തത്വം എന്ന് പറയുന്നത് എവിടെയാണ്? ത്വം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് ആരെയാണ്? ത്വം എന്ന് പറയുന്നത് ആരെയാണ്? നമ്മളെയാണ്. ഓർക്കണം. ആ സത്യം, ആ തത്വം, ആ സത്ത് ആരിലാകുന്നു? നമ്മളിലാകുന്നു. അപ്പൊ പരമാത്മതത്വം ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ തത്വം ഇവന് അറിയിക്കണം എന്ന് ഹനുമാൻ സ്വാമിയെ നോക്കിക്കൊണ്ട് സീതാദേവിക്ക് രാമൻ നിർദ്ദേശം കൊടുക്കുക. അപ്പൊ സീതാദേവി ഇവിടെ ഹനുമാൻ സ്വാമിക്ക് ക്ലാസ് എടുക്കുകയാണ്. ഏതിനെക്കുറിച്ച്? ബ്രഹ്മതത്വത്തെക്കുറിച്ച്. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു ഭാഗം വളരെ ഗംഭീരമായി കാണേണ്ട ഒരു ഭാഗമാണ് ഇത്. നിങ്ങൾ ഒന്ന് വരച്ചു വെച്ചാൽ നല്ലതാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ എന്താണ്, ശ്രീരാമൻ തന്നെ ഇവിടെ ശ്രീരാമൻ തന്നെ ഹനുമാൻ സ്വാമിക്ക് ഉപദേശം കൊടുക്കുന്ന 300-ാമത്തെ വരികൾ കഴിഞ്ഞിട്ട്, 300-ാമത്തെ വരി കഴിഞ്ഞിട്ട്, 300 വരികളാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ വരികളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പറയണം, മനസ്സിലാവും. ശ്രീരാമഹൃദയം എന്നൊരു ഭാഗമുണ്ട്. അവിടെ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിതിൽ കാണുന്നതോ ജീവാത്മാവറികടോ, തേജോരൂപിണിയാകുമെന്നുടെ മായയിങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കബീവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം, നേരെ നീ കാൺമീലയോ കണ്ടാലു മധു പോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമം പരമാത്മാ, സാക്ഷിയായുള്ള ബിംബം നിശ്ചല മധൂസഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം
ആചാര്യകാരുണ്യത്താൽ. കണ്ടോ വരികള്? കണ്ടോ? ഈ വരികള് വളരെ അർത്ഥവത്തായി ചിന്തിക്കണം. കാരണം ഇതൊക്കെ ഉണ്ടല്ലോ മാനവരാശിക്ക് കിട്ടിയ മാധുര്യത്തിന്റെ മനോഹരമായ, മനസ്സിനെ ഉജ്ജ്വലമാക്കുന്ന, പ്രോജ്വലമാക്കുന്ന വരികളാണ്. നമ്മൾ ഒരു ആത്മീയ സംസ്കൃതി ഉൾക്കൊണ്ടുകൊണ്ടല്ല വളർന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസം പോലുള്ള ഇസങ്ങളൊക്കെ വന്നപ്പോൾ ജനങ്ങൾ കൂടുതൽ ഭൗതികമാക്കിപ്പോയി. അവരെന്ത് ചെയ്തു വെച്ചാൽ, അവര് കമ്മ്യൂണിസത്തിന്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് എന്തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ, നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറത്ത് അവർ ഗീതയും ഭാഗവതമൊക്കെ വായിക്കും. അതാണ് വലിയ സങ്കടം. എന്നാൽ ഈ പാവമണികൾ ഇതൊന്നും ഇല്ലാത്തവരുമായി. ഞാൻ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ഉദ്ഘാടനങ്ങളിലൊക്കെ വരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഗീത പറയുന്നത് കേട്ടോ നമ്മളെ ഞെട്ടിപ്പോവും. ദൈവമേ, ഇവരതൊക്കെ പഠിച്ചിട്ടാണല്ലോ വരുന്നത്. ഈ പാവം ജനം, ഇവര് പാവം സിന്ദാബാദും കൊടിയും പിടിച്ച് നടന്നു. അതുകൊണ്ട് എന്ത് പറ്റിച്ചാൽ നല്ലൊരു സമൂഹത്തെ ക്ഷേത്ര സംസ്കാരത്തിൽ നിന്നും ആത്മീയ സംസ്കാരത്തിൽ നിന്നും മാറ്റിയെടുത്തു. അതുകൊണ്ട് എന്ത് പറ്റിച്ചാൽ അവർക്ക് ജീവിതം എന്തിനാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് പറ്റി? കുറേ പേര് ലഹരിയിലേക്ക്, മദ്യത്തിലേക്ക് അടിമപ്പെട്ടു പോയി. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ പാലക്കാട് ജില്ലയിൽ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിപ്പോയി. അപ്പൊ മദ്യമാണ് സുഖം എന്ന രീതിയിലേക്ക് ജീവിതം മാറി. ഒരു കാര്യം നമുക്കറിയാം, ഏതെങ്കിലും ഒന്ന് ശീലിച്ചാൽ പിന്നെ ആ ശീലത്തിൽ നിന്ന് പുറത്തു കടക്കൽ അത്ര എളുപ്പമല്ല. മനസ്സിലായില്ലേ? ജനങ്ങളെ അങ്ങനെ വഴിതെറ്റിച്ചു പോയി. ഇപ്പോൾ അതിൽ നിന്ന് പുറത്തു വരികയാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ള ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയൊക്കെ ഇതിലെ ഉള്ളിലെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. പ്രായമായാലൊക്കെ പ്രശ്നമാണ്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും മുട്ടുകാരാണ്. പണ്ടൊക്കെ പലതരത്തിലുള്ള മുട്ടുകളായിരുന്നു. കാരണം കഷ്ടപ്പാടിനെയാണ് നമ്മൾ എന്ത് പറയുക, പല മുട്ടുകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാട്. ഇപ്പോഴല്ല, ഇപ്പൊ മുട്ടാണ്. എല്ലാവർക്കും മുട്ടാണ് ഒരു മുട്ട്. ആണോ? പണ്ടൊക്കെ അങ്ങനെ ഒരു ധൈര്യത്തിലൊക്കെ പറയാം, എന്നാലും നിങ്ങളുടെ മുന്നിൽ ഞാൻ മുട്ട് മടക്കില്ല മനുഷ്യ. ഇന്നിപ്പോ സ്വന്തം ജീവിതത്തിലേ മുട്ട് മടക്കാൻ പറ്റണില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അങ്ങനെയായി പോയി നമ്മള്. പണ്ടൊക്കെ ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം റൂമും ബാത്റൂമും ഉണ്ടോന്നാ ചോദിക്കുക. ഇപ്പൊ ചോദിക്കുക യൂറോപ്യൻ ടോയ്ലറ്റ് ഉണ്ടോന്നാണ്. കാരണം മുട്ടുമടക്കാൻ പറ്റണില്ല, താഴെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങില്ല. അതാണ് പ്രശ്നം. ഈ തരത്തിൽ മനുഷ്യന്റെ ജീവിതം, ആരോഗ്യമൊക്കെ പണ്ടത്തേതിനേക്കാളും കഷ്ടങ്ങളായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള കാലം, ഇനി നമ്മൾ മുന്നോട്ട് പോകും തോറും ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ ജീവിതം കൂടും. കാരണം ഇനിയുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ നമ്മളിൽ നിന്നും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇനി എങ്ങോട്ടാണ് ജീവിതം എന്ന ചോദ്യത്തിന് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഓരോ ദിവസം കൂടുന്തോറും പലതരത്തിലുള്ള രോഗങ്ങളും, പുതിയ രോഗങ്ങളും, പല പ്രശ്നങ്ങളും മനുഷ്യനെ കൂടുതൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ആണോ അല്ലയോ? ഇപ്പൊ നോക്കൂ, ഡൽഹി പോലീസ് കുറേ പേര് റിസൈൻ ചെയ്തു. എന്താ ചെയ്തു വെച്ചാല്, അത്ര അടി കിട്ടിയിരിക്കുന്ന ജനങ്ങളെ എടുത്തുനിന്ന്, ഇപ്പൊ കുട്ടികളെ എടുത്തുനിന്ന്. കാരണം അതിൻ്റെ അകത്ത് കുറെ ഗുണ്ടകൾ കയറി അവര് കല്ലൊക്കെ ഇട്ടാ വന്നത്. ഈ പാവം കുട്ടികളെ അടിക്കരുത്, പിടിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശം കൊണ്ട് ഇവര് കാര്യമായിട്ട് ഇതിനൊന്നും പ്രൊട്ടക്ഷൻ ചെയ്തില്ല. തലയ്ക്ക് കല്ലേറ് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് കുട്ടികളല്ല ഇതിന്റെ പിന്നില്, വലിയ തീവ്രവാദ സ്വഭാവമുള്ള ഗുണ്ടകളാണ് ഇതിന്റെ പിന്നിലുള്ളത്. എത്ര പോലീസുകാരാണ്, ഒരു 10-100 പോലീസുകാരാണ്, ASPയും അതുപോലെ വലിയ വലിയ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെയാണ് കിടക്കണത്. കയ്യും കാലും ഒടിഞ്ഞ് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു ഇതും കാണിച്ചില്ല പിള്ളേര്. അത്രയും കല്ലെറിഞ്ഞ് ഇവരും കൊടുത്തു. കാരണം അവരോട് ബാരിക്കേഡ് പൊട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബാരിക്കേഡ് പൊട്ടിച്ചു. അപ്പൊ അവര് പോലീസുകാരും അതിന് ആക്ഷൻ എടുത്തു. അപ്പൊ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ജീവിതത്തിൽ എല്ലാം സുഖമാണെന്ന് തോന്നുമ്പോഴായിരിക്കും എന്തെങ്കിലും കഷ്ടപ്പാട്. അപ്പൊ ഗവൺമെന്റ് ജോലിയാണെന്ന് പറഞ്ഞ് പോലീസിലാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ കല്ലേറും കൊള്ളണം, അല്ലേ? അടിയും കൊള്ളണം, ഒക്കെ കൊള്ളണം. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എല്ലാം തികഞ്ഞവരായി ഈ ലോകത്തിൽ
ആരുമില്ല. പക്ഷെ മനുഷ്യ മനസ്സിനുണ്ടല്ലോ, അതിന് ഈ പ്രശ്നങ്ങളെ തന്നെ ചിന്തിക്കാൻ പറ്റും, അതിൽ തന്നെ ശ്രദ്ധ വയ്ക്കാൻ പറ്റും. ഇനി അതിൽ നിന്നും വേണമെങ്കിൽ ശ്രദ്ധയെ മാറ്റാനും പറ്റും. നിങ്ങൾ നോക്കൂ, മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന വായു ഇല്ലേ, അന്തരീക്ഷത്തിൽ ശ്വസിക്കുന്ന വായു, അത് ഒരു അനന്തമായ വായുവിൽ നിന്നാണ് നമ്മൾ അല്പം ഓക്സിജൻ എടുത്ത് ശ്വസിക്കുന്നത്. ആണോ? ആണോ? ശ്വസിച്ചാലും തീരാത്ത അത്ര ഓക്സിജൻ അന്തരീക്ഷത്തിലുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ഭക്ഷണം ദഹിക്കുന്നു, ഇവിടെ രക്തം കട്ട പിടിക്കാതെ ഒഴുകുന്നു, ഇതിനൊക്കെ ചൂട് വേണം ശരീരത്തിന്. ഈ അന്തരീക്ഷത്തിലെ ചൂടെടുത്തുകൊണ്ടാണ് പ്രകൃതി നമ്മുടെ ശരീരത്തിലുള്ള ചൂട് നിലനിർത്തുന്നത്. ആണോ? ആണോ അല്ലയോ? അപ്പൊ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ഏതൊരു വസ്തുവും നിലനിൽക്കുന്നത് ഒരു പരിമിതമായാണ് നിലനിൽക്കുന്നെങ്കിലും അതൊരു അനന്തമായതിൻ്റെ ഒരു ഭാഗമാണെന്ന് എപ്പോഴും ഓർക്കണം. ഇപ്പൊ നമ്മളിവിടെ ഹാളിൽ ഇരിക്കുന്നു, ഈ ഹാൾ എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു വലിയ സ്പേസിന്റെ ഒരു ഭാഗമാണ്. ആണോ? ആണോ അല്ലയോ? അപ്പൊ നമ്മൾ കറണ്ട് ഉപയോഗിക്കണം. ഈ കറണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു 240 വോൾട്ട് ഉപയോഗിക്കണം. ഇത് എത്രയോ ഹൈ ടെൻഷൻ ലൈനൊക്കെ കടന്നിട്ട് വരികയാണ് അല്ലേ? വലിയ 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 നമ്മൾ പവർ സ്റ്റേഷനുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ അത്രയും അളവുള്ള കറണ്ടിന്റെ ഒരു ചെറിയൊരു അംശമാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ എപ്പോഴും പറയണം, ഏത് നിസ്സാരതയുടെ പിന്നിലും ഒരു അനന്തതയുണ്ട്. ഉണ്ടോ? ഉറക്കെ പറയൂ. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഏത് ചെറുതിന്റെ പിന്നിലും ഒരു തുള്ളി വെള്ളം എന്ന് പറയുന്നത് കടലിലെ വെള്ളം നീരാവിയിൽ പോയതാണല്ലോ. ഒരു അനന്തമായ വെള്ളത്തിന്റെ ആകാശത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ എത്രയോ കാർമേഘങ്ങളിൽ നിന്നാണ് എന്ത് ഒരു തുള്ളി വെള്ളം താഴെ വീണെങ്കിൽ ഒരു അനന്തതയുടെ ഭാഗമാണോ? ആണോ? എങ്കിൽ മനസ്സിലും എന്തുണ്ട്? ഒരു അനന്ത ശക്തിയുണ്ട്. പക്ഷെ ആ അനന്ത ശക്തിയെ അറിയാതെ ഈ ദുർബലത മാത്രം കണ്ടുപോയാൽ അവരുടെ ജീവിതം ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായിരിക്കും. അല്ലേ? ആണോ അല്ലയോ? അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ഒന്നുകിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അയവിറക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാം. അതിനാണ് നമുക്കൊരു ഗുരുത്വം വേണ്ടത്. ആണോ? അതിനാണ് നമ്മൾ ഒരു എന്താ പറയാ, ദൈവീകത എന്നൊക്കെ പറയുന്നത്. ഈ ഗുരുത്വം പലരുടെയും ജീവിതത്തിൽ ഇല്ല, അതുകൊണ്ട് അവർ ദുരിതം അനുഭവിക്കുന്നു. നേരെ മറിച്ച് നിങ്ങൾക്ക് 100 പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ പറ്റിയാൽ, നിങ്ങൾ സത്സംഗമോ ഭജനയോ കീർത്തനങ്ങളോ എന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചുവിടാൻ പറ്റിയാൽ നിങ്ങളുടെ ദുഃഖത്തിന്റെ തീവ്രത വളരെ 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 കുറവായിരിക്കും. പ്രശ്നങ്ങൾ തീരുകയല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് സമയം ചെലവഴിക്കുന്നില്ല. മനസ്സിലായില്ലേ? വാസ്തവത്തിൽ നിങ്ങൾ എത്ര അതിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അത്ര അത് നിങ്ങളെ അലട്ടും. അതാണ് ഇവിടെ പറയും, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറെ അറിയണം. അപ്പൊ ഒരു ജീവാത്മാവുണ്ടെങ്കിൽ ആരുണ്ടായേ പറ്റുള്ളൂ? പരമാത്മാവുണ്ടായേ പറ്റുള്ളൂ. ഏത് അണുവിനും ഒരു മഹത്വം ഉണ്ടാവണം, ഏത് നിസ്സാരതയ്ക്കും പിന്നിൽ ഒരു അനന്തതയുണ്ടാവണം. മനസ്സിലായില്ലേ? പക്ഷെ ആ അനന്തതയിൽ ഇപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ള വായുമണ്ഡലം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാൽ പുറത്തോ കൂടുതലാണ്. അപ്പൊ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ, അതുപോലെ ഇപ്പൊ നമ്മുടെ വീടിനകത്ത് നോക്കൂ, നിങ്ങൾ എത്രമാത്രം സ്പേസ് ഉണ്ട്. എന്നാൽ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോഴോ? മനസ്സിലായില്ലേ? അപ്പൊ ഏത് പരിമിതമായതിൻ്റെയും കൂടെ എന്തുണ്ട്? ഒരു അനന്തതയുണ്ട്. പക്ഷെ ആ പരിമിതയിൽ നിന്നും ഏതിലേക്ക് നോക്കണം? ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് എങ്ങോട്ടും നോക്കുന്നില്ല, അതിൻ്റെ വാതിലും ജനവാതിലിട്ട് കൊട്ടി അടച്ചിട്ട് ഇതിൻ്റെ അകത്ത് സ്ഥലമില്ല, ഇതിൻ്റെ അകത്ത് സ്ഥലമില്ല, ഇതിൻ്റെ അകത്ത് സ്ഥലമില്ല പറഞ്ഞാൽ അങ്ങനെ സങ്കുചിതമായാൽ ദുരിതം അനുഭവിക്കണം. നിങ്ങളെ വാതിൽ പുറത്ത് കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തുനിന്ന് അനന്തം ഒന്നും പുറത്തേക്ക് നോക്കുമ്പോൾ ഓ ഇത്രയും ഒരു അനന്തത അല്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾക്കും ഒരു കുറെ പരിഹാരം ആർക്ക് കണ്ടെത്താൻ പറ്റും? നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്മുടെ ചിന്തയെ ഇടുങ്ങിയ സങ്കുചിതമായ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക. അതാണ് ജീവാത്മാവിൽ നിന്നും
പരമാത്മാവിലേക്കുള്ളൊരു യാത്ര. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ വെള്ളത്തിൽ നോക്കുമ്പം കുളത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആകാശം കാണാം. നിങ്ങൾ അടിയിലുള്ള അടിത്തട്ടല്ല കാണുക, ഏത് കാണും? നീലാകാശത്തിന്റെ റിഫ്ലക്ഷൻ അല്ലേ, അതിലെ പ്രതിബിംബിക്കുന്നത് കാണാം, ആണോ? പക്ഷെ ആ ആകാശം ഏതിൻ്റെയാണ്? മുകളിലത്തെ ആകാശത്തിന്റെ പ്രതിബിംബമാണ്. ഇത് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം താഴെ അടിത്തട്ടാണുള്ളത്, അല്ലാതെ ഏതല്ല, ആകാശമല്ല. പക്ഷെ നമ്മൾ ഏത് കാണുന്നു? ആകാശത്തിന്റെ ഒരു പ്രതിബിംബം നമ്മൾ കാണുന്നു എന്നതുപോലെയാണ് ഈ പ്രതിബിംബം നിൽക്കുന്നത്. ഒരു പ്രതിബിംബിക്കാൻ ഒരു ആകാശം പുറത്ത് ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ രണ്ട് പ്രതിബിംബങ്ങളുണ്ട്. ഒന്ന് ജീവിത പ്രശ്നങ്ങൾ നമ്മൾ അയവിറക്കിയതിൻ്റെ പ്രതിബിംബവും, രണ്ട് നമ്മുടെ ഉള്ളിൽ പരമാത്മശക്തിയുടെ പ്രതിബിംബം. ഇതിലേത് നിങ്ങൾ പിടിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം. മനസ്സിലാവുണ്ടോ? ഏതും പിടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ജീവിതം നിധിയാണ്. വിധിയാവുന്നത് എപ്പോഴാണ്? വിധിയാവുന്നത് എപ്പോഴാണ്? നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ തന്നെ അയവിറക്കി അത് തന്നെ ചിന്തിക്കുമ്പോൾ ജീവിതം എന്തായി? വിധിയായി, ദുരിതമായി, ദുഃഖമായി. നിങ്ങൾ ഏതിലേക്ക് മാറുന്നു? നിങ്ങൾ ഏതിലേക്ക് മാറുന്നു? നിങ്ങൾ വാതിലൊക്കെ തുറന്ന് പുറത്ത് ആകാശമോ, ഇത്രയും വലിയ ആകാശം ഇവിടെ ഉണ്ടോ, ഞാൻ എന്തിനാണ് ഈ റൂമിലിരുന്നത്, ഇത്രയും സ്ഥലമുള്ളൂ എന്ന് പറയുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിത ചിന്തകളിൽ നിന്നും പുറത്തു കടന്ന് നല്ലതിലെല്ലാം പങ്കുചേരുമ്പോൾ നിങ്ങളുടെ വിധിയെല്ലാം എന്തായി മാറുന്നു? നിധിയായി മാറുന്നു. അതെല്ലാം വരുന്നു, അതെല്ലാം പോകുന്നു. നിങ്ങളെ കാര്യമായി അതൊന്നും അലട്ടുന്നില്ല. അതല്ലേ വേണ്ടത്, അതല്ലേ വേണ്ടത്. നിങ്ങൾക്ക് ഒറ്റപ്പെടലില്ല, നിങ്ങൾ തളരുന്നില്ല, നിങ്ങൾ ദുർബലരാവുന്നില്ല, നിങ്ങൾ വിഷമിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ നേടിത്തരാൻ ആധ്യാത്മിക ചിന്ത കൊണ്ട് നമുക്ക് സാധിക്കും. ഇതാണ് സീതാദേവിയും ശ്രീരാമസ്വാമിയും ആർക്കുപദേശിക്കുന്നത്? ഹനുമാൻ ഉപദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് രാമായണ കഥയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഇവിടെ വീണ്ടും ഉമാപരമേശ്വര സംവാദത്തിലേക്ക് പോവുകയാണ്. അവിടെ പരമേശ്വരൻ പറഞ്ഞു, പരമശിവൻ പാർവതീദേവിയോട് പറഞ്ഞു, ദേവിക്ക് ഞാൻ രാമായണ കഥ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരാം. അങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോവുകയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിലേക്ക്, കോസല രാജ്യം എന്നാ പറയാ, എന്താണ് ആ രാജ്യത്തിലേക്ക്. അപ്പൊ ഇക്ഷ്വാകുവിന്റെ കാലം മുതൽക്കുള്ള ഒരു വംശാവലി, അതിൽ ഒരു ചക്രവർത്തിയായി വന്ന ദശരഥ മഹാരാജാവിന്റെ ആ കൊട്ടാരത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ദശരഥ മഹാരാജാവ് അയോധ്യയിലെ ചക്രവർത്തിയായിട്ട് വാഴുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാരും ഉണ്ട്. ആരൊക്കെയാണ്? എല്ലാവർക്കും അറിയുന്ന കഥയാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ആരൊക്കെയാണ്? അംബിക, അംബാലിക, ഇവരൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യമാര്. അത്ര ഞങ്ങളെ പറ്റിക്കണ്ട സ്വാമി, ദേശമൊക്കെ മൂളുള്ളവരാ ഞങ്ങള്. ആരൊക്കെയാണ്? കൗസല്യ, കൈകേയി, സുമിത്ര. ഇങ്ങനെ 3 ഭാര്യമാരും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഈ 3 പത്നിമാരോടൊത്ത് അദ്ദേഹം ജീവിക്കണം. എല്ലാം നല്ല രീതിയിൽ. അദ്ദേഹത്തിന് വലിയ പ്രതിയോഗികളും ശത്രുക്കളൊന്നും ഇല്ല, എന്നാൽ ഇല്ലാതില്ല, അതുണ്ട്, എന്നാൽ അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. പക്ഷെ എങ്കിലും ഒരു ദുഃഖം അദ്ദേഹത്തിനെ ബാധിച്ചു. ഒരു വശത്ത് പ്രായം കൂടി വരുന്നു, വേറൊരു വശത്ത് അദ്ദേഹത്തിന് സന്താനങ്ങളില്ല എന്നൊരു ദുഃഖം. അപ്പൊ 3 ഭാര്യമാരുണ്ടെങ്കിലും മക്കളില്ല അദ്ദേഹത്തിന്. അപ്പൊ തനിക്ക് മക്കളില്ല, തനിക്കൊരു മക്കൾ ഉണ്ടാവുകയില്ല. അപ്പൊ മക്കളുണ്ടാവാത്തൊരു ഞാൻ, ഇതൊക്കെ ഇനി ആരിത് കൊണ്ടു നടക്കും? എൻ്റെ കാലശേഷം ഇതിൻ്റെ എല്ലാം അവസ്ഥ എന്താവും, ഭാവി എന്താവും? ഇതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ, ഒരു വിഷമം ആർക്ക്? രാജാവിന്. അപ്പൊ നോക്കൂ, രാമായണത്തിലെ ആദ്യ ഭാഗത്ത് എല്ലാം കൊണ്ടും സമ്പന്നമായൊരു രാജ്യം, പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ഒരു വിഷമത്തിൽ ദുഃഖിക്കുന്ന ഒരു രാജാവിൻ്റെ ചിത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്തിനായിരിക്കും ഇങ്ങനൊരു കഥയിൽ നിന്ന് നമ്മുടെ പൂർവികര് ഒരു എന്താ പറയാ, ഒരു ചരിത്രത്തിൽ നിന്ന് കഥ എടുത്തിട്ടുണ്ടാവുക?
എന്തിനായിരിക്കും? അപ്പോ ഇവിടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് എന്തൊക്കെ ഉണ്ടെങ്കിലും കാലം എന്തെങ്കിലും ഒരു കുറവ് വരുത്തി വയ്ക്കും. എല്ലാം തികഞ്ഞ ഭൂമിയിൽ നിന്ന് ആരും പോയിട്ടുമില്ല, പോവാൻ കാലം അനുവദിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പം കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ട്, വീട്ടിലാണെങ്കിൽ നല്ല സൗകര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നമ്പർ 1 ശത്രുവായൊരു മരുമകളെ തരും. മനസ്സിലായില്ലേ? സമാധാനം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും അതൊക്കെ വിഭജിച്ച് പാർട്ടീഷൻ ചെയ്ത് നിങ്ങളെ ഒരു അരുക്കാക്കാൻ പറ്റുമോ എന്നുള്ളത് അവര് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നോക്കൂ, കുറച്ച് പിള്ളേരാണ് പാറ്റകൾ എന്നുള്ള പേരില്, അല്ലേ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്നൊരു വാക്കു വീണു. കുറെ വിദ്യാഭ്യാസം ഇല്ലാത്തവര് ചെറിയ ചെറിയ തൊക്കടാ മുക്കടാ ഡിഗ്രി എടുത്തിട്ട് അവര് പലതും നേടിയിട്ട് അങ്ങനെയൊക്കെ ക്രോക്രോച്ചുകളായിട്ട് മാറുന്നു. ഈ കോക്രോച്ച് എന്നുള്ള വാക്കെന്നാണ് പിന്നീട് ഒരു പാർട്ടി ഉണ്ടായത്. ഇല്ല, അയാളുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് ഈ കോക്രോച്ച് എന്നുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രീയമൊക്കെ രൂപപ്പെട്ട് എന്തിനു പറയുന്നു, ഇപ്പോഴതൊരു വലിയൊരു മൂവ്മെന്റായി ഒരു മന്ത്രിക്ക് വരെ രാജിവെക്കേണ്ടി വന്നു. അപ്പൊ ആ കോക്രോച്ച് എന്നുള്ളത് ആ ഒരു ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് വീഴുമ്പം ധർമ്മപ്രധാൻ എന്ന മന്ത്രി സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുമോ ഈ വാക്കായിരിക്കും, ഈ ടീമായിരിക്കും എൻ്റെ രാജിക്ക് കാരണം എന്ന് വിചാരിക്കുമോ? നോക്കൂ നിങ്ങൾ, കാലം എങ്ങോട്ടാ പോയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ ആളുടെ വായിൽ നിന്ന് വന്നൊരു വാക്ക് പാർട്ടിയായി, അതൊരു മൂവ്മെന്റായി, അവസാനം ഇദ്ദേഹത്തിന് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പലതും നിസ്സാരമായി തോന്നുമ്പോഴും അവിടെയും ചില പ്രശ്നങ്ങൾ മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്നും പറഞ്ഞ് വീട്ടിലാരും ഇരിക്കണ്ട. ഇനി തികഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴേക്കും കിഡ്നിക്ക് കുഴപ്പം വന്നിട്ടുണ്ടാവും. കാലം എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ, ഒന്നും മിണ്ടാത്തത്, തന്നുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ആണോ? പാവം 10 കൊല്ലൊക്കെ ഭരണം കഴിഞ്ഞ് പിണറായി വിജയൻ സാറ് പുറത്തിരിക്കുകയാണ്. ഇപ്പോഴാ ഇഡിക്കാർ അയാളുടെ പിന്നാലെ നടക്കണം. ഒരു സമാധാനം ഉണ്ടോ എവിടെയെങ്കിലും? അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ എന്ത്, എനിക്ക് സമാധാനം, എനിക്ക് ഭരിക്കേണ്ട, കാര്യങ്ങളൊന്നും നോക്കണ്ട, കടം മേടിക്കണം, അല്ലെങ്കിൽ മാസം മാസം പോയി പിച്ചക്കാരെ പോയി കൈ നീട്ടണം. കാരണം കേരളത്തിൽ വരുമാനമില്ല, ആകെ ഉള്ളത് കള്ളിന്റെ വരുമാനമേ ഉള്ളൂ. ലോട്ടറിയും കള്ളും വിറ്റുള്ള വരുമാനമേ ഉള്ളൂ, വേറൊരു വരുമാനമില്ല ഇവിടെ. അപ്പൊ ഇതൊന്ന് കിട്ടുന്നതൊക്കെ ഇവിടെ എന്ത് ചെയ്യുക? അപ്പൊ കടം മേടിക്കണം. കടം മേടിച്ച് ആളൊരു ആകെ എല്ലാം കടത്തിലാക്കി വെച്ചിട്ട് 10 കൊല്ലം ഇനി കടം മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇതാ ഈ കൂട്ടർ പറയുന്നത്, വെറുതെ ഇരിക്കേണ്ട, ഞങ്ങളുണ്ട് എന്ന്. അപ്പൊ സമാധാനം ഇല്ലാതെയാക്കാൻ ഏത് നേതാവായാലും ശരി, ആരായാലും ശരി, എപ്പോഴും എന്തെങ്കിലും കൂടെ ഉണ്ടാവും. ആണോ? അതൊന്നും മിണ്ടാത്തത് തന്നെയാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണ്. നോക്കൂ, അത് മനുഷ്യൻ മനസ്സിലാക്കാറില്ല. എന്ത്? എല്ലാം തികഞ്ഞ് ജീവിക്കാൻ പറ്റുന്നാണ് പലരുടെയും വിചാരം. എനിക്കൊന്നുമില്ല, എൻ്റെ വീട്ടിലെല്ലാം സമാധാനമാണെന്ന്. എവിടെ? നിങ്ങളങ്ങനെ പറയുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ടാവും. ഏതായാലും രാജാവിനെ, ഇവിടെ ദശരഥ മഹാരാജാവിനെ അലട്ടിയ പ്രശ്നം അയാൾക്ക് മക്കളില്ല എന്നതാണ്. പക്ഷെ അദ്ദേഹം അതിലങ്ങനെ കുരുങ്ങി അത് തന്നെ അയവിറക്കി, അയ്യോ ഇനിയിപ്പോ കുട്ടികളില്ല. നമുക്ക് അന്നത്തെ കാലത്ത് കുട്ടികളാവുകയില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? അതിന് വൈദ്യശാസ്ത്രം വികസിച്ചിട്ടുമില്ലെങ്കിൽ. ഇന്നാണിപ്പോ നമുക്ക് IVF ഉണ്ട്, ഏതെങ്കിലുമൊക്കെ ഹോർമോൺ കുത്തിവെക്കാം, പല ടെസ്റ്റുകളുണ്ട്. ഇനി പലതിൻ്റെയും ബീജം കുത്തിവെച്ച് കുഞ്ഞുണ്ടാവാം. കാലം വളരെയധികം അഡ്വാൻസ് ആയിപ്പോയി. അവനവന് കുട്ടി ഉണ്ടാവില്ലെങ്കിൽ ഇന്നിപ്പം ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒക്കെ ചെയ്തിട്ട് ഇന്ന് കുട്ടികൾ ഉണ്ടാക്കാനുള്ള ടെക്നിക്കുകളും വൈദ്യശാസ്ത്രം അത്രയ്ക്ക് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഉണ്ടോ? അന്നത്തെ കാലത്ത് എന്ത്? പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ, അപ്പോഴും ഒരു പരിഹാരം അവിടെ ഉണ്ടാവുകയാണ്. എന്താണ് പരിഹാരം? അതാണ് നല്ല കൂട്ടുകെട്ടാണ് എപ്പോഴും നമുക്ക് നല്ല പരിഹാരങ്ങൾ തരുന്നത്. ഇന്നത്തെ തലമുറയ്ക്കുണ്ടല്ലോ, ഞാൻ പറയണത്, ഈ ആത്മഹത്യ കൂടിയതിന്റെ കാരണം നമ്മൾ പറയും പ്രശ്നങ്ങളാണ്. വാസ്തവത്തിൽ പ്രശ്നങ്ങളല്ല ആത്മഹത്യ. അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ നല്ല കൂട്ടുകെട്ടുകളില്ല. അത് ഇന്ന് ഈ മൊബൈലൊക്കെ വന്നപ്പോൾ എന്ത് പറ്റിച്ചാൽ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് ഒതുങ്ങിപ്പോയി. ആരോടും നല്ല ബന്ധമില്ല. അപ്പൊ നല്ലൊരു ബന്ധമുണ്ടെങ്കിലാണ് പല പ്രശ്നങ്ങൾക്കും
ഒരു പരിഹാരം. നിങ്ങൾ അന്നത്തെ കാലത്തെ ഈ അയോധ്യയുടെ ആ കാലഘട്ടം ചിന്തിച്ചു നോക്കും. ദശരഥന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ അയാൾ ഇമ്പോർട്ടൻ്റ് ആണ്, പൊട്ടനിയ. കുട്ടികൾ ഉണ്ടാവില്ല. അയാൾക്ക് 3 ഭാര്യമാരുണ്ട്. വേണമെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അത് മതി. പക്ഷെ അയാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോ അന്ന് പറഞ്ഞു കൊടുത്തൊരു പരിഹാരമാണ് ഏത്? പുത്രകാമേഷ്ടി യാഗം. മനസ്സിലായില്ലേ? ഇതേ പ്രതിസന്ധി നമുക്ക് മഹാഭാരതത്തിലും കാണാം, അല്ലേ? അവിടെ അംബികയും അംബാലികയും വിചിത്രവീര്യനും ചിത്രാംഗതനും കല്യാണം കഴിച്ചുകൊണ്ട്, പക്ഷെ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് വിചിത്രാംഗനും മരിച്ചു, ചിത്രാംഗനും മരിച്ചു, വിചിത്രവീര്യനും മരിച്ചു. അംബികയിലും അംബാലികയിലും കുട്ടികൾ ഉണ്ടായില്ല. അപ്പൊ അവിടെ ആ വളരെ ദുഃഖമായി. കാരണം ഇനി ഈ രാജ്യം ആര് ഭരിക്കും? ഇതിന്റെ അനന്തരാവകാശം, പിന്തുടർച്ചാവകാശം ആർക്കാണ്? ആരാണ് അടുത്ത രാജാവാവുക? ഇത് സത്യവതി ദേവിയെ വളരെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു. അവരെ ഉറക്കം കളഞ്ഞു. അപ്പോഴാണ് അവര് തൻ്റെ പുത്രതുല്യനായ ആരോട്? ഭീഷ്മരോട്. ആരോടാണ് ഈ കാര്യം സംസാരിക്കുന്നത്? അങ്ങനെ ഭീഷ്മരാണ് വ്യാസഭഗവാനെ കൊണ്ടുവരുന്നതും പുത്രോത്പാദനം ചെയ്യും. കേട്ടില്ലേ? കഥ കേട്ടില്ലേ? ഉണ്ടോ? അപ്പൊ ഇതുപോലെ ഇവിടെയും ഒരു പ്രതിസന്ധി. രാജാവിന് കുട്ടികളില്ല. അപ്പോഴാണ് വസിഷ്ഠ മഹർഷി ആ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? പുത്രകാമേഷ്ടി യാഗം നടത്താന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് കുട്ടികളില്ലെങ്കിൽ അതിനുവേണ്ടി നടത്തുന്ന ഒരു യാഗമാണ് ഏത്? പുത്രകാമേഷ്ടി യാഗം. അപ്പൊ പുത്രകാമേഷ്ടി യാഗം പോലെ ഇന്നിപ്പോ അതിന്റെ പേരാണ് IVF എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പം ടെക്നിക്ക് മാറി എന്ന് മാത്രം. അപ്പൊ അന്ന് യാഗത്തിലൂടെ കുട്ടികൾ, അതായത് അന്ന് കുട്ടികളില്ലെങ്കിലും, അതായത് കുട്ടികളാവാത്ത ആളുകൾക്ക് പോലും കുട്ടികളാവാൻ കഴിയുന്ന വിധത്തിലുള്ള മന്ത്ര സംവിധാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോണ്ടല്ലോ, നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിക്കുക. അത്രയും കാലവർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തില് ഇവിടെ പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ പൂർവികരായ ഋഷിവര്യന്മാർ ഉപദേശിച്ചിരുന്നു, കണ്ടെത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഈ കണ്ടെത്തലുകളല്ലേ ഏറ്റവും വലിയ ഗവേഷണം എന്നൊക്കെ പറയുന്നത്? ആണോ? അതല്ലേ ശാസ്ത്രം എന്ന് പറയുന്നത്? ആണോ? ഈ ശാസ്ത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പലപ്പോഴും നമ്മൾ ഹിന്ദുക്കളെ അവഹേളിക്കും നമ്മുടെ ആൾക്കാർ തന്നെ. എന്ത് ശാസ്ത്രം? ഈ കഥകളിലൊക്കെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗത്തെ കാണിക്കുന്നതിന്റെ പേരാണ് ശാസ്ത്രം. ഇപ്പൊ കോവിഡ് എന്നൊരു പ്രശ്നം വന്നു. ആ കോവിഡിനൊരു പരിഹാരമായിട്ട് നമുക്ക് വാക്സിനേഷൻ എന്നൊരു പരിഹാരം വന്നു, അല്ലേ? ആണോ അല്ലയോ? അപ്പൊ അത് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കണം. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതാണ് എന്ത്? ശാസ്ത്രം. അപ്പൊ അന്ന് ഇവിടെ രാജാവ് അനുഭവിച്ച പുത്രന്മാരില്ല, കുട്ടികളില്ല എന്നുള്ള ഒരു ദുഃഖത്തിന്റെ പരിഹാരമായിരുന്നു ഏത്? പുത്രകാമേഷ്ടി യാഗം. അന്നൊരു പരിഹാരം ഉണ്ടായിരുന്നു. അവർക്ക് പറയൂ നിങ്ങൾ. അപ്പൊ അന്നത്തെ ആളുകളുടെ ആ ഒരു കഴിവും ശക്തിയും ഒക്കെ നോക്കൂ നിങ്ങൾ. നിങ്ങൾ പറയുമ്പം ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന സമയത്ത്. അതായത് ഇവിടെ കുട്ടികളില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴും പുത്രകാമേഷ്ടി യാഗത്തിലൂടെ ഇത് സാധിക്കുമെന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ പുത്രകാമേഷ്ടി യാഗത്തെക്കുറിച്ച് അറിയുന്ന ആളായിരിക്കണം ആ പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പൊ അന്നത്തെ ആളുകളുടെ അറിവ് എത്ര ഉണ്ടായിരുന്നു? മനസ്സിലായില്ല? അപ്പൊ അന്നത്തെ ആളുകളുടെ അറിവ് ആ കാര്യങ്ങളിലൊക്കെ അന്ന് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവര് വെറുതെ ഇങ്ങനെ ഇരുന്ന് ജപിച്ച് പോയ ആളുകളല്ല. അവര് പല കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ അറിവുള്ളവരായിരുന്നു. ഭാരതം അറിവിന്റെ നാടാണ്. ഭാരതം അറിവിന്റെ നാടാണ്. പിൽക്കാലത്താണ് നമ്മൾ ഇത്തരം അറിവുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഒരുപക്ഷെ എന്താണ് പുത്രകാമേഷ്ടി യാഗം, എന്താണ് അതിന്റെ പിന്നിലുള്ള തത്വങ്ങളൊക്കെ എന്ന് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ഇവിടെ കുട്ടികളില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലായിരുന്നു. എല്ലാവർക്കും പുത്രസന്താന ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ ഇതൊക്കെ തത്ത പൂച്ച മാങ്ങാന്നും പറഞ്ഞ് വായിച്ച് പോയി രാമായണത്തിൽ അടയാളം ഇട്ട് അവസാനം ക്ലാസ്സിൽ
ടീച്ചർ ചോദിച്ചു കുട്ടികളോട്, രാമായണ മാസമല്ലേ, രാമായണത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന്. അപ്പൊ ഉടനെ കുട്ടി പറഞ്ഞു, റേഷൻ കാർഡും ഉണ്ട്, ഗ്യാസിന്റെ കാർഡും ഉണ്ട് എന്ന്. കാരണം അമ്മ എപ്പോഴും റേഷൻ കാർഡും ഗ്യാസിന്റെ കാർഡും കൊണ്ടുവയ്ക്കാനാണ് രാമായണം ഉപയോഗിക്കാറ്. കാരണം എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. എവിടെയാണ് അമ്മയെ റേഷന്റെ കാർഡ്? രാമായണത്തിലുണ്ടോടാ എന്ന്. ഇനി വേറെ എവിടെയും തപ്പേണ്ട കാര്യമില്ലല്ലോ. ഈ തരത്തിൽ നമ്മളിത് വെറും അടയാളം വെക്കാനുള്ള പുസ്തകങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു. അത് നമ്മുടെ ഒരു ഹിന്ദുക്കളുടെ ഒരു അധപ്പതനാണ്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാവണം. അതായത് ഒന്നും ദുഃഖിച്ചിരിക്കുകയല്ല, എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ അതിന് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാവണം. ആത്മഹത്യയുടെ പ്രധാന കാരണം എന്താണ്? നല്ല നല്ല കൂട്ടുകെട്ടുകളില്ല. മനുഷ്യൻ അത്ര മാറിപ്പോയി. ഇനിയുള്ള കുട്ടികൾ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരാണ്. കാരണം വെച്ചാൽ അവർ മൊബൈലിലേക്ക് അത്രയും ഒതുങ്ങി ഒതുങ്ങി ജീവിക്കുമ്പോൾ നല്ലതൊന്നും കേൾക്കാനും അറിയാനും അവർക്ക് സമയമില്ല, അവരൊട്ട് ശ്രമിക്കുകയില്ല. അപ്പൊ അവർ ചിന്തിക്കുന്നത് തന്നെ ശരി എന്നവർക്ക് തോന്നും. അതിനപ്പുറത്തേക്ക് ഒന്നും അവർ കാണില്ല. ആര് പറഞ്ഞാലും അവര് കേൾക്കുകയുമില്ല. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യണം. അതായത് ദശരഥ മഹാരാജാവിനെ വേട്ടയാടിയ പുത്രനില്ല എന്ന ദുഃഖത്തിന് അദ്ദേഹം അതിൽ തന്നെ മുഴുകിയിരിക്കാതെ, ആണ്ടുപോവാതെ അദ്ദേഹത്തിന് അതിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു വഴി വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിന് ഉപദേശിക്കുകയാണ്. ആ വസിഷ്ഠ മഹർഷിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധമാണ് അദ്ദേഹത്തിന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ഉരുത്തിരിഞ്ഞത്. അങ്ങനെയാണ് വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായ എന്താണ് അയാളുടെ പേര്? വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്രനാണോ? ആരോ ഇവിടെ നോക്കി വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. ഋഷ്യശൃംഗൻ. ആരാണ്? അയാളുടെ പേര് പറയാനാണ് ഇത്തിരി ബുദ്ധിമുട്ട്. പല്ല് നല്ലോണം, നാക്ക് നല്ലോണം പഠിക്കണം. ഋഷ്യശൃംഗൻ. ആരാണ്? ഋഷ്യശൃംഗൻ. അങ്ങനെ ഋഷ്യശൃംഗൻ. ഇത് കുട്ടികൾക്ക് പേരിട്ട് നോക്കും, അപ്പൊ അറിയാം അതിന്റെ സ്പെല്ലിങ് എങ്ങനെ തെറ്റാതെ എഴുതാൻ പറ്റുന്നുള്ളത്. ഒരിക്കലും ഇങ്ങനെ 3 എണ്ണം സൈക്കിളിൽ പോവുകയാണ്. അങ്ങനെ പോലീസ് പിടിച്ചു. 3 ആൾക്കാർ സൈക്കിളിൽ പോയാൽ പെറ്റി കേസാണത്. ആണോ? അപ്പൊ പോലീസ് അവനോട് പറഞ്ഞു, നിനക്ക് ഫൈൻ അടയ്ക്കണം, നീ ഫൈൻ അടയ്ക്കേണ്ടിയിരുന്നു. അമ്മന്റെ സാർ എഴുതിക്കോളൂ എന്ന്. അപ്പം എന്താ നിന്റെ പേര് എന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു, എന്റെ പേര് ഗഡോൽഖജൻ. ഈ പാവം പോലീസുകാരനത് എഴുതാൻ പറ്റണില്ല. ഏത് കായാണത്? അതതിനോട് പോടാ. കാരണം എന്റെ പേര് എഴുതാൻ തെറ്റാൻ പാടില്ലല്ലോ. ഗഡോൽഖജൻ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? മനസ്സിലായില്ലേ? അപ്പോ പേര് ഇതുപോലെ ഇദ്ദേഹത്തിന്റെ പേരാണ് എന്താ പേര്? ഋഷ്യശൃംഗൻ. അങ്ങനെ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നു. അദ്ദേഹം എന്ത് നടത്തി? പുത്രകാമേഷ്ടി യാഗം നടത്തി. വളരെ ഭക്തിയോടെ, ശ്രദ്ധയോടെ എല്ലാവരും പുത്രകാമേഷ്ടി യാഗത്തിന്റെ ഭാഗമായി. അപ്പൊ ഈ പുത്രകാമേഷ്ടി യാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഒരു മഹർഷി പുത്രൻ അവിടെ ഇരുന്നിട്ട് കുറെ നെയ്യെടുത്തിട്ട് തീയിലേക്ക് ഇടുകയാണെന്ന്. അങ്ങനെയല്ല അത്. ആ പുത്രകാമേഷ്ടി യാഗം എന്ന് പറയുന്നത് നമ്മുടെ രാജാവും പത്നിമാരും വ്രതനിഷ്ഠയുള്ളവരാവണം. എന്താണ്? വ്രതനിഷ്ഠയുള്ളവര്. അപ്പൊ ഈ വ്രതനിഷ്ഠ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിടണം. ആ മന്ത്രങ്ങൾ ഉരുവിടുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ശരിക്കും നമ്മുടെ ഹിന്ദുക്കൾ, നമ്മുടെ തലമുറകൾ പഠിക്കേണ്ട ഒന്നാണ്. ചില മന്ത്രങ്ങളുടെ ശക്തി എന്താണ്, സിദ്ധി എന്താണ്. ഇനി കുറെ കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വരും. ഇപ്പൊ അതിൻ്റെക്കുറിച്ച് ഗവേഷണങ്ങൾ അമേരിക്കയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഗായത്രി മന്ത്രം ചൊല്ലും. അതെങ്ങനെ ചൊല്ലുമ്പോഴാണ് എൻ്റെ നെർവസ് സിസ്റ്റത്തിന് അത് ന്യൂറോളജിക്കലി അതെന്നെ അനുഗ്രഹമായി മാറുന്നത്. അപ്പൊ അങ്ങനെ ആ മന്ത്രങ്ങളുടെ ശക്തി എന്താണ്? ഇതെനിക്ക് എത്രമാത്രം പ്രതിരോധം തരുന്നുണ്ട്, ഇതെനിക്ക് എത്രമാത്രം മാനസിക ഊർജം തരുന്നുണ്ട്, ഇതെനിക്ക് എത്രമാത്രം മനോബലം തരുന്നുണ്ട്. ഇതൊക്കെ ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നാളത്തെ തലമുറ കുറെ കൂടി ആത്മാർത്ഥമായി ഇത്തരം മന്ത്രങ്ങൾ ഉപയോഗിക്കും.
അപ്പൊ നമ്മൾ ഹിന്ദുക്കളാണ് ഈ കാര്യത്തിൽ, അടുത്ത തലമുറയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വരേണ്ടത്. ഇപ്പൊ അമേരിക്കയിൽ ഇത്തരം പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഗായത്രിയൊക്കെ ചൊല്ലുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ BP വളരെ വ്യത്യാസമാണ്. ഇപ്പൊ സാധാരണ ആളുകൾ ഇപ്പൊ നോക്കൂ, ഏറ്റവും കൂടുതൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ മേഖല എന്ന് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും മരുന്നുകൾക്ക് അടിമപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, ആണോ? ഇപ്പൊ BP, ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ ബ്ലഡ് തിന്നർ, ഇതൊക്കെ ഒരു യൂഷ്വൽ മരുന്നുകളായി മാറി. അങ്ങനെ മാറി മാറി കുറെ കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറയാൻ, നിങ്ങൾക്ക് മരുന്നില്ലാതെ നിങ്ങളുടെ BP ഒരിക്കലും നോർമൽ ആവില്ല. അപ്പൊ ഇവിടേക്കാണ് മന്ത്രത്തിന്റെ ശക്തി. ഈ മന്ത്രം ചൊല്ലി 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 മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റം, അതൊക്കെ ഗവേഷണം ചെയ്ത് ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പോരാ, നമുക്ക് ഇനിയും മുന്നോട്ട് പോവാനുണ്ട്. അപ്പോഴാണ് അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ എല്ലാം മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ പോയിരുന്നു. അവിടെ സിഡ്നി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എനിക്ക് സപ്താഹം. അവിടെ ബാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ, അത് ഗുജറാത്ത് ഓർഗനൈസേഷനാണ്. അവർ 500ഓളം കുട്ടികൾക്ക്, എത്ര 500ഓളം കുട്ടികൾക്ക് വേദിക് മന്ത്രങ്ങൾ ചൊല്ലിക്കുകയാണ് അവർ. എന്നിട്ട് അവരെ ഒബ്സർവ് ചെയ്യാണ്. അവരെ പഠനം എങ്ങനെയുണ്ട്, അവരെ വീട്ടിലെ പെരുമാറ്റം എങ്ങനെയുണ്ട്, അവർ സ്കൂളിലെ സോഷ്യൽ റിലേഷൻഷിപ്പ് അവരെങ്ങനെയുണ്ട്, അവർ മറ്റിടപാടുകൾ, അതായത് സോഷ്യൽ ആക്ടിവിറ്റികളിൽ അവരെത്ര ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, കലാപരിപാടികളിൽ അവർക്ക് എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ട്, അവരുടെ ജീവിതം അവർ മുന്നോട്ടാണോ പോകുന്നത്, അവർക്ക് ഒന്നിനും താല്പര്യമില്ലാത്തവരായി മാറണം. ഈ തരത്തിലുള്ള ഒരു പഠനം അവർ ആ കുട്ടികളെ വെച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ചൊല്ലുന്ന മന്ത്രങ്ങൾ എത്രമാത്രം അവരിൽ സ്വാധീനിക്കുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിയാനായിട്ട്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. കുറേ പ്രൊഫസർമാരും കുറേ പ്രധാനപ്പെട്ട ആളുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നോക്ക്, അവരാ കുട്ടികളെ വെച്ച്, ഇപ്പൊ നമ്മൾ കോവിഡ് വാക്സിൻ നമ്മുടെ ശരീരത്തിൽ കുത്തിവെച്ച് കോവിഡിനെ പ്രതിരോധിക്കാം എന്ന് പറഞ്ഞതുപോലെ മന്ത്രങ്ങളെ കൊണ്ട് ജീവിത പ്രശ്നങ്ങളെ പറയൂ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന്, അങ്ങനെയൊക്കെയുള്ളൊരു റിസർച്ചുകളും പഠനങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ട്. കാലം കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ തൊഴുതു പോകുന്ന കേന്ദ്രങ്ങളാവാതെ മന്ത്രപഠന കേന്ദ്രങ്ങളായി മാറണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കൂടുക. അങ്ങനെ ഒരു ഒബ്സർവേഷനും ഒരു റിസർച്ചൊക്കെ നമ്മുടെ ഇടയിൽ വരണം. ഈ കുട്ടികൾക്ക് എത്രമാത്രം അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ തൊഴുതുപോയി ദേവിയും ദേവനോടൊക്കെ ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, എന്നെ നേരെയാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവീ ദേവന്മാര് നേരെയാവുന്നുണ്ടെങ്കിൽ ഈ രാമായണം ചോദിക്കേണ്ട കാര്യമില്ല. പാർവതീ ദേവി, പാർവതീ ദേവി തന്നെ പരമശിവനോട് ഇതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ കേവലം ദേവി ആയതുകൊണ്ടൊന്നും ഒരു പൂർണ്ണത കൈവരിക്കാൻ സാധ്യമല്ല. ആത്മബോധമില്ലാതെ, ആത്മജ്ഞാനമില്ലാതെ ആർക്കും ജീവിതത്തെ പൂർണ്ണമാക്കാൻ കേട്ടില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ ജീവനോടെയുള്ള രാമനുണ്ട്. കണ്ടു തൃപ്തനായ പോരാ. അപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ തത്വം ഇവന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു ആത്മബോധത്തിലൂടെ മാത്രമേ, ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ മനുഷ്യന് പൂർണ്ണമായ വളർച്ചയും വികാസവും പൂർണ്ണതയും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നമുക്ക് നല്ല ബോധം ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി പുറകോട്ട് പോവുകയാണ്. എന്താ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? അത് മറക്കരുത്. എന്താ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം? ബ്രഹ്മതത്വം കൈവരിക്കണം. അപ്പൊ നമ്മൾ ആ ബ്രഹ്മതത്വത്തെ കൈവരിക്കണമെങ്കിൽ എന്ത് വേണം? ചിത്തശുദ്ധി വേണം. ചിത്തശുദ്ധി ഉണ്ടാവാൻ എന്ത് വേണം? മന്ത്രജപങ്ങളും നാമജപങ്ങളും ഉണ്ടാവണം. ഇതൊക്കെ ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലേ? പറ്റൂല്ലയോ? ഈ ഒരു ചിത്രമാണ് നമുക്ക് ഉറപ്പിക്കേണ്ടത്. അപ്പൊ ഇതുപോലെ ഇവിടെ രാജാവിന്റെ മുന്നിൽ മഹർഷിവര്യന്മാരൊക്കെ ഉണ്ട്. വസിഷ്ഠരുണ്ട്, വിശ്വാമിത്രണ്ട്, ഋഷിശൃംഖർ, എല്ലാവരും ഉണ്ട്. അല്ലാതെ ഒരു മഹർഷിയിട്ട് നടത്തുന്ന യാഗമല്ല. എന്നാൽ ഋഷിശൃംഖരാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത്. അപ്പൊ ഇവര് ഈ രാജാവിനും പത്നിമാർക്കും ചില വ്രതനിഷ്ഠകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നിദേവൻ പായസം കൊണ്ടുവരുന്നു. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇത് പായസം അതുപോലെ മോന്തിയത് കൊണ്ടാണ് ഇവരൊക്കെ ഗർഭിണികളായതെന്ന്. അതിലേറ്റവും പ്രധാനം, ഈ പായസം വരുന്നതിന് മുമ്പ് തന്നെ ഈ പായസം കഴിച്ചാൽ ഗർഭിണികളാവാനുള്ള ഒരു
ഒരു മാറ്റത്തിലേക്ക് അവരുടെ ശരീരവും മനസ്സും മന്ത്രത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. വ്രതത്തിലൂടെ മാത്രമേ സങ്കല്പങ്ങൾ പൂർത്തിയാവുള്ളൂ.